നമസ്കാരം. കേരളത്തിലെ ഭൂരിഭാഗം ഹൈന്ദവ ക്ഷേത്രങ്ങളും വിവിധ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് കൂടുതൽ ക്ഷേത്രങ്ങൾ. കൂടാതെ കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട്, മലബാർ ദേവസ്വം ബോർഡുണ്ട്. ഈ ബോർഡുകളെല്ലാം നിയന്ത്രിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളാണ്. ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകുക എന്ന ശക്തമായ ആവശ്യവുമായി ഹിന്ദു സേവാ കേന്ദ്രം എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ നാമജപ ഘോഷയാത്ര നടത്തി. ഇത്തരം സമാധാനപരമായ പ്രതിഷേധങ്ങളും ആവശ്യങ്ങളും തുടരും എന്ന് ഹിന്ദു സേവാ കേന്ദ്രം അറിയിക്കുന്നു. ഹൈന്ദവ വിശ്വാസികൾക്ക് ഇവിടെ സംഘടിക്കാൻ ജാതി സംഘടനകളോ രാഷ്ട്രീയ കക്ഷികളോ അല്ലാതെ മറ്റൊരു മാർഗവും ഇതുവരെ ഉണ്ടായിരുന്നില്ല. മതപരമായി സംഘടിക്കപ്പെടാത്ത ഹിന്ദു സമൂഹത്തെ ചൂഷണം ചെയ്ത് രാഷ്ട്രീയ മതലോബികൾ മൂന്നാം കിട പൗരന്മാരാക്കി മാറ്റിയിടത്തു നിന്നാണ് ഹിന്ദു സേവാ കേന്ദ്രം എന്ന ആശയം ഉദിക്കുന്നത്. ഹിന്ദു സേവാ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടുതരിക എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് ഈ നാമജപ ഘോഷയാത്ര നടന്നത്. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഈ ഘോഷയാത്രയുടെ ഭാഗമായി. ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ പഞ്ചായത്ത് തലം മുതൽ ഹൈന്ദവ ജനതയെ സംഘടിപ്പിച്ച് സാമൂഹികപരമായി ശക്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹിന്ദു സേവാ കേന്ദ്രത്തിൻ്റെ ആരംഭം. ഹൈന്ദവരുടെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടാനും പരിഹരിക്കാനും കേവലം ഒരു കോൾ സെൻ്ററായി തുടങ്ങിയ ഹിന്ദു സേവാ കേന്ദ്രം 4 വർഷങ്ങൾക്കിപ്പുറം കേരളത്തിലെ ഏറ്റവും സുസജ്ജമായ സംഘടനയായി വളർന്നിരിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങൾക്കുമൊക്കെ തന്നെ ഹിന്ദു സേവാ കേന്ദ്രം നേതൃത്വം നൽകുന്നു. ആയിരക്കണക്കിന് പേർ ഈ ഹിന്ദു സേവാ കേന്ദ്രത്തിൻ്റെ പ്രവർത്തകരായി മാറി. ഭക്ഷണം കണ്ടെത്താൻ പോലും വകയില്ലാത്ത 18,000-ലധികം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ, 23,000-ലധികം കുടുംബങ്ങൾക്ക് അത്യാവശ്യ മരുന്നുകൾ, 750-ലധികം ഹൈന്ദവർക്ക് ജോലി, 65ഓളം നിർധന പെൺകുട്ടികളുടെ വിവാഹം, 350ഓളം കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന 50 കുടുംബങ്ങൾക്ക് ശൗചാലയങ്ങൾ, പാർപ്പിടമില്ലാതിരുന്ന 12 കുടുംബങ്ങൾക്ക് വീട്. ഇങ്ങനെ പോകുന്നു ഹിന്ദു സേവാ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ. മറ്റൊരു ജീവകാരുണ്യ സംഘടനയ്ക്കും സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ച് 4 വർഷത്തിനുള്ളിൽ തന്നെ ഹിന്ദു സേവാ കേന്ദ്രം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കേരളമൊട്ടാകെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആലപ്പുഴ, തിരുവനന്തപുരം, എറണാകുളം എന്നിവിടങ്ങളിൽ ജില്ലാതല വോളണ്ടിയർ മീറ്റ് നടത്തുകയും ഓരോ മീറ്റിലും പിന്നാക്ക വിഭാഗത്തിൽ നിന്നും ആദിവാസി സമൂഹത്തിൽ നിന്ന് പോലുമുള്ള ആയിരക്കണക്കിന് പേർ ഇതിൻ്റെ ഭാഗമാവുകയും വൻ വിജയമായി മാറുകയും ചെയ്തു. ആത്മാർത്ഥതയുള്ള പ്രവർത്തകരും ആദർശശുദ്ധിയുള്ള നേതൃത്വവും കൈമൈ മറന്നൊന്നിക്കുന്ന സമൂഹവുമാണ് ഹിന്ദു സേവാ കേന്ദ്രത്തിൻ്റെ മുതൽക്കൂട്ട്.